ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും പത്തരമാറ്റ സീരിയലിന്റെ നാളത്തെ നല്ലൊരു എപ്പിസോഡിന്റെ റിവ്യൂയിലേക്ക് തന്നെ സ്വാഗതം കേട്ടോ. ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി മറക്കല്ലേ. അങ്ങനെ നമ്മുടെ അനിയുടെ വിവാഹ നിശ്ചയം മുടങ്ങാൻ വേണ്ടി പോകുന്ന ഭാഗമാണ് നമ്മൾ ഇന്നത്തെ എപ്പിസോഡിൽ കണ്ടിട്ടുണ്ടായിരുന്നത്. അങ്ങനെ കറക്റ്റ് സമയത്ത് തന്നെ മോതിരം മാറുന്ന കറക്റ്റ് സമയത്ത് തന്നെ അവിടേക്ക് അനാമികയും അച്ഛനും അമ്മയും കൂടി വരുന്നുണ്ട്. വിവാഹ നിശ്ചയം നടത്താൻ പറ്റില്ല എന്ന് പറയാണ്. അനന്തമൂർത്തിയും മുത്തശ്ശിയും അവിടെയുള്ള ആളുകളൊക്കെ അവരെ എതിർത്ത് പറയുന്നുണ്ടെങ്കിലും അനാമിക വിട്ടുകൊടുക്കുന്നില്ല, സമ്മതിക്കുന്നേ ഇല്ല. എന്തൊക്കെ സംഭവിച്ചാലും ഈ വിവാഹ നിശ്ചയം നടത്താൻ ഞങ്ങൾ സമ്മതിക്കില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കെ തന്നെ നിങ്ങൾ എന്തൊക്കെ പറഞ്ഞാലും വിവാഹ നിശ്ചയം നടത്തും എന്ന് മുത്തശ്ശനും പറയാണ്. ജലജ പറയണ്ട അച്ഛാ, ഇവരങ്ങനെ പലതും പറയും. ഇറങ്ങി പോകാൻ പോവാൻ പറ അച്ഛാ. ഈ അലവലാദികളെടുത്ത് അച്ഛാ, മുഹൂർത്ത സമയം തെറ്റാനായി എത്രയും പെട്ടെന്ന് വിവാഹത്തിന്റെ മോതിരം മാറ്റ ചടങ്ങ് നടത്താ അച്ഛാ എന്ന് പറയാണ്. അത് തന്നെയാണ് ഞാൻ ചെയ്യാൻ പോണത് ജലജെ. അതെ അനി, വിവാഹ മോതിരത്തിന്റെ ആ മോതിരമില്ലേ, അത് അവന്തിക മോളുടെ കൈവിരലുകളിലേക്ക് ഇട്ടുകൊടുക്കുക എന്ന് പറയാണ്. അങ്ങനെ വിരലിലേക്ക് ഇടാൻ പിന്നെയും പോണ സമയത്ത് അവിടേക്ക് പോലീസ് ജീപ്പിലേക്ക് നന്ദു നടന്നു വരുവാട്ടോ. നന്ദുവിനെ കാണുമ്പോൾ എല്ലാവരും ഷോക്കാവാണ്. കനകയും ഗോവിന്ദനും വേഗം തന്നെ നന്ദുവിന്റെ അടുത്തേക്ക് പോകുന്നുണ്ട്. മോളെ, നീ എന്തിനാ ഇപ്പൊ ഇങ്ങോട്ടേക്ക് വന്നത്? ഇവിടെ ആകെ പ്രശ്നം നടന്നുകൊണ്ടിരിക്കുക, നീ പോവാൻ നോക്ക്. നിന്നോട് പറഞ്ഞതല്ലേ ഞാൻ വിവാഹ നിശ്ചയത്തിന് വരണ്ടെന്ന്, പിന്നെ നീ എന്തിനാ ഇപ്പൊ ഇവിടെ വന്നത്? പോവാൻ നോക്ക് മോളെ എന്ന് പറയണം. അമ്മ എന്തീ പറഞ്ഞത്? ഞാൻ ഡ്യൂട്ടിയിലാണെന്ന് അറിയില്ലേ? ഡ്യൂട്ടിയിലോ? നീ എന്തിനാ ഡ്യൂട്ടി സമയത്ത് ഇവിടേക്ക് വന്നത് എന്ന് ചോദിക്കുമ്പോഴേക്കും, അമ്മേ ഇതെന്റെ ഡ്യൂട്ടിയുടെ ഭാഗമായിട്ട് വന്നതാണ്. ഡ്യൂട്ടിയുടെ ഭാഗമായിട്ടോ? എനിക്കിത് അമ്മയടുത്ത് മാത്രം പറയേണ്ട കാര്യമല്ല, എല്ലാവരോടും പറയേണ്ട കാര്യമാണ്. മുത്തശ്ശൻ ക്ഷമിക്കണം, എനിക്ക് ഒരു പരാതി കേട്ടിട്ടുണ്ട് എന്ന് പറയാണ്. പരാതിയോ? എന്തു പരാതിയാ മോളെ എന്ന് നമ്മുടെ മുത്തശ്ശൻ ചോദിക്കുമ്പോഴേക്കും നന്ദു പറയണ്ട്, അത് വേറൊന്നുമില്ല, ഈ നിൽക്കുന്ന അനാമിക തന്ന പരാതിയാണ്. അവളുടെ ഭർത്താവായിരിക്കുന്ന അനി എന്ന് പറഞ്ഞിട്ടുള്ള ഈ അനിയേട്ടനുണ്ടല്ലോ, അനിയേട്ടൻ ഇവളുമായിട്ടുള്ള വിവാഹ ബന്ധം വേർപെടുത്താതെ തന്നെ വേറൊരു പെൺകുട്ടിനെ വിവാഹം കഴിക്കുക അല്ലെങ്കിൽ വിവാഹ നിശ്ചയം നടത്താൻ പോകുന്നു എന്നൊരു പരാതിയാണ് എനിക്ക് കിട്ടിയിരിക്കണത്. അപ്പോൾ ആ രീതിക്ക് എനിക്ക് അന്വേഷിക്കാതിരിക്കാൻ പറ്റില്ല. ഒരു പെൺകുട്ടി തന്ന പരാതി ആയതുകൊണ്ട് SC ആയിട്ടുള്ള എന്നെ തന്നെയാണ് ഇത് ചുമതലപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ ഇവിടെ വന്ന് കാര്യങ്ങൾ അന്വേഷിക്കാനും നടന്ന കാര്യങ്ങൾ സത്യമാണെന്നുണ്ടെങ്കിൽ സോറി മുത്തശ്ശ, ഇത് തൽക്കാലത്തേക്ക് നിർത്തിവെക്കണം എന്ന് പറയാണ്. മുത്തശ്ശൻ പറഞ്ഞു, മോളെ അത് പിന്നെ മുത്തശ്ശ, ഇത് മുകളിൽ നിന്നിട്ടുള്ള ഓർഡറാണ്. ഞാൻ മാക്സിമം ഇതിനെ തടയാൻ വേണ്ടി നോക്കിയെങ്കിലും ഒന്നും സംഭവിച്ചില്ല മുത്തശ്ശ. അത് ഇപ്പോൾ കാര്യങ്ങളൊക്കെ സത്യങ്ങളാണെന്ന് എനിക്കും അറിയാലോ. പിന്നെ അവിടെ നിന്ന് ഇങ്ങനെ വന്ന് സത്യമാണെന്ന് നോക്കണം, അത് അറിയിക്കണം എന്നൊക്കെ പറയുമ്പോഴേക്കും എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും? അനാമിക പറയണ്ട്, നന്ദു സാറേ, ഞാൻ സാറിനോട് മാന്യമായിട്ടുള്ളൊരു പരാതി തന്നു. എൻ്റെ ഭർത്താവിൻ്റെ വിവാഹ നിശ്ചയം നടക്കാൻ വേണ്ടി പോവാണെന്ന്. സാർ ഇവിടെ വന്നിട്ട് എന്താ ഇവിടുത്തെ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത്? സാറിൻ്റെ സ്ഥാനത്ത് വേറെ വല്ല പോലീസ് ഉദ്യോഗസ്ഥരാണെങ്കിൽ ഈ മൂർത്തി പറഞ്ഞ മുത്തശ്ശനെ മുഖത്തിട്ടടിച്ച് 2 വർത്താനം പറഞ്ഞാനെ. പ്ലീസ്, എൻ്റെ ഡ്യൂട്ടിയാണ്, ഞാൻ ചെയ്തോളാം എന്ന് നന്ദു പറയാണ്. മുത്തശ്ശ പ്ലീസ്, ഈ വിവാഹ നിശ്ചയം തൽക്കാലമായിട്ട് നിർത്തിവെക്കണം എന്ന് പറയാണ്. ഇത് കേട്ടിട്ട് ജലജ വേഗം ജാനകിയും ഓടി വരുവാണ്. വിവാഹ നിശ്ചയം മുടക്കാൻ വേണ്ടി നീയല്ലേടി ഈ അനാമികനെയും കൂട്ടിക്കൊണ്ട് ഇവിടേക്ക് വന്നത്? നന്ദു പറയണ്ട്, കുറച്ചുകൂടി മാന്യമായിട്ട് സംസാരിക്കണം. ഞാൻ ഇട്ടിരിക്കണ കാക്കി വേഷം നിങ്ങൾ കണ്ടില്ലേ? ഞാനിപ്പോൾ ഡ്യൂട്ടിയിലാണ്, അതുകൊണ്ട് എന്നോട് മാന്യ മര്യാദയ്ക്ക് വേണം സംസാരിക്കാനായിട്ട്. ജലജ പറയണ്ട്, നിന്നോട് എന്ത് മാന്യ മര്യാദയ്ക്ക് സംസാരിക്കാനായിട്ട് അടി? എൻ്റെ മോളുടെ വിവാഹ നിശ്ചയം മുടക്കിയപ്പോൾ നിനക്ക് സമാധാനായില്ലേ എന്ന് പറയാണ്. ഇതൊക്കെ കണ്ടിട്ടാണെങ്കിൽ നവീന ദേഷ്യം വരുവാട്ടോ. ഇന്ന് വിവാഹ നിശ്ചയം കഴിയുമ്പോഴേക്കും നന്ദു തൻ്റെ ആകുമെന്ന് പ്രതീക്ഷിച്ചതാണ് നവീൻ. ഇനിയിപ്പോൾ അതൊന്നും നടക്കില്ലല്ലോ. അതിൻ്റെ ഒരു ദേഷ്യം നവീൻ്റെ മുഖത്ത് നന്നായിട്ടുണ്ട്. അനിക്കാണെങ്കിൽ സന്തോഷാവാണ്. അവന്തിക അപ്പോൾ തന്നെ പറയണ്ട്, കണ്ടില്ലേ, ഞാൻ പറഞ്ഞതല്ലേ ഇവള് വിവാഹ നിശ്ചയം മുടക്കുമെന്ന്. കറക്റ്റ് സമയത്ത് വന്ന് എൻ്റെ വിവാഹ നിശ്ചയം മുടക്കിയത് കണ്ടില്ല മുത്തശ്ശ. ഈ നന്ദു മനഃപൂർവ്വം അനാമികന് വിവരങ്ങൾ അറിയിച്ചിട്ടാ വിവാഹ നിശ്ചയം മുടക്കിയത്. അപ്പൊ അനാമിക പറയണ്ട്, നന്ദു അല്ല, ഞങ്ങൾക്കൊരു അൺനോൺ നമ്പറിൽ നിന്ന് മെസ്സേജ് വന്നു. ആ മെസ്സേജ് പ്രകാരമാണ് ഞാൻ ഇവിടേക്ക് എത്തിയത്, അല്ലാതെ വേറെ ആരും പറഞ്ഞിട്ടല്ല എന്ന് പറയാണ്. അത് കേൾക്കുമ്പോഴേക്കും ജാനകി പറയണ്ട്, അൺനോൺ നമ്പറിൽ നിന്ന് മെസ്സേജ് വന്നു പോലും. ആ മെസ്സേജ് അയച്ചത് ഇവളായിരിക്കും, ഈ നന്ദു. ഇവൾക്ക് എൻ്റെ മോളുടെ കല്യാണം കഴിച്ച് ഇവിടുത്തെ മരുമകളായി വരണമെന്ന് വല്ലാത്ത ആഗ്രഹമാണല്ലോ. എടി, നിന്റെ ആഗ്രഹം ഒരിക്കലും നടക്കില്ലടി. എന്ന് വിവാഹ നിശ്ചയം മുടങ്ങി. പക്ഷേ അനിമോനും അതുപോലെ തന്നെ ഈ നിൽക്കുന്ന അനാമിക നമ്മളെ വിവാഹ ബന്ധം വേർപ്പെടുത്തി കഴിഞ്ഞാൽ അവന്തിക മോൾ തന്നെ എൻ്റെ മരുമകളായിട്ട് വരും. ലോകത്തെ ഏത് പെണ്ണ് എൻ്റെ മരുമകളായിട്ട് വന്നാലും നിന്നെ മരുമകളായിട്ട് വരാൻ ഞാൻ സമ്മതിക്കില്ലടി എന്ന് ജാനകി മുഖത്ത് നോക്കി പറയണം. ശരി, ആയിക്കോട്ടെ, ഞാനിപ്പോൾ ഡ്യൂട്ടിയിലാണെന്ന് ഞാൻ നിങ്ങളടുത്ത് പറഞ്ഞു. പോലീസുകാർക്ക് കുറച്ചുകൂടി മാന്യമായിട്ട് സംസാരിക്കണം. ഞാൻ നിങ്ങളടുത്ത് മാന്യമായിട്ടാണ് സംസാരിക്കുന്നത്, ആ മാന്യത തിരിച്ചും പ്രതീക്ഷിക്കുന്നു എന്ന് പറയാണ്. മുത്തശ്ശ പ്ലീസ്, തൽക്കാലത്തേക്ക് ഈ നിശ്ചയം നിർത്തിവെക്കണം എന്ന് പറയാണ്. ശരി എന്ന് പറഞ്ഞിട്ട് മുത്തശ്ശൻ പറയണ്ടേ, ശരി എന്ന നിശ്ചയം കുറച്ച് ദിവസത്തേക്ക് നമുക്ക് നിർത്തിവെക്കാം. എന്തായാലും
എന്ന വിവാഹ നിശ്ചയം തൽക്കാലത്തേക്ക് നിർത്തിവെച്ചെന്നേ ഉള്ളൂ. ഇവരുടെ വിവാഹബന്ധം വേർപെടുത്തി കഴിഞ്ഞാൽ ഉടനെ തന്നെ ഈ വിവാഹ നിശ്ചയം ഞങ്ങൾ നടത്തിയിരിക്കും എന്ന് നമ്മുടെ മുത്തശ്ശൻ പറയുമ്പോഴേക്കും അനാമിക പറഞ്ഞിട്ട് ശരി നടത്തിക്കോ, അതിനൊരു കുഴപ്പമില്ല. പക്ഷെ വിവാഹബന്ധം വേർപെടുത്തണം. അതിന് നഷ്ടപരിഹാരം ഞങ്ങൾ ചോദിച്ച തുക 20 കോടി രൂപ. അത് തരുവാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ വിവാഹബന്ധം ഞാൻ എതിർക്കൊന്നില്ല. എന്നെ വിവാഹബന്ധം വേർപെടുത്തിട്ട് അനിയേട്ടൻ വേറെ ആര് വിവാഹം കഴിച്ചാലും എനിക്കൊരു കുഴപ്പമില്ല എന്ന് അനാമിക പറയാണ്. ശരി നമുക്ക് നോക്കാം എന്ന് മുത്തശ്ശനും പറയണ്ട. അങ്ങനെ വിവാഹ നിശ്ചയം മുടങ്ങിപ്പോവാണ്. അപ്പോഴും നമ്മുടെ എല്ലാവർക്കും സംശയം നന്ദുവിനെ തന്നെയാണ് കേട്ടോ. ഇനി നന്ദു എങ്ങാനും ആണോ ഈ പ്രൈവറ്റ് നമ്പറിൽ മെസ്സേജ് അയച്ച് ഈ വിവാഹ നിശ്ചയം മുടക്കിയതെന്ന് പോലും എല്ലാവർക്കും സംശയമുണ്ട്. അനിക്കാണെങ്കിൽ ഭയങ്കര സന്തോഷമാവാട്ടോ. ഹോ കലക്കി, എന്തായാലും കറക്റ്റ് സമയത്ത് തന്നെ വിവാഹ നിശ്ചയം മുടങ്ങി, ഹോ സൂപ്പർ എന്നൊക്കെ പറഞ്ഞിട്ട് ആലോചിച്ച് സന്തോഷത്തോടെ ഇരിക്കാട്ടോ അനി. നന്ദുക്കും ചെറിയ സന്തോഷമൊക്കെ ആവുന്നുണ്ട്. കനകക്കും ഗോവിന്ദനും ദേഷ്യം വരുവാട്ടോ. നന്ദുവിനോട് മാറ്റി നിർത്തി പറയണ്ടേ, മോളെ നിനക്ക് ഇങ്ങനെ ഒരു പരാതി കിട്ടി, ശരി സമ്മതിച്ചു. പക്ഷെ നിനക്കറിയാലോ വിവാഹ നിശ്ചയം നടക്കുകയാണെങ്കിൽ ആ മുഹൂർത്ത സമയം കഴിഞ്ഞിട്ട് നിനക്ക് വന്നാൽ പോരായിരുന്നോ? അമ്മേ എനിക്കിന്റെ ഡ്യൂട്ടി നോക്കണ്ടേ? എനിക്ക് മനസ്സിലായിടി, നിനക്കും ആഗ്രഹമുണ്ട് വിവാഹ നിശ്ചയം മുടക്കണമെന്ന്. അതുകൊണ്ടല്ലേ കറക്റ്റ് സമയത്ത് തന്നെ നീ ഇവിടേക്ക് വന്നത്. എല്ലാത്തിനും കാരണം നീ തന്നെയാണ്. നിനക്ക് വേണമെങ്കിൽ ഒരു 10-15 മിനിറ്റ് വൈകി വരികയാണെങ്കിൽ അവരുടെ വിവാഹ നിശ്ചയം നടന്നാനായിരുന്നു. എന്തിനാ മോളെ നീ ഇങ്ങനെ മറ്റുള്ളവരുടെ പഴി കേട്ട് ഇങ്ങനെ ജീവിക്കണത്? പോയി ചത്തൂടേടി നിനക്ക് എന്ന് കനക വരെ ചോദിച്ചു പോവാട്ടോ. അത് കേൾക്കുമ്പോൾ നന്ദുക്ക് വല്ലാത്ത വിഷമം തോന്നുന്നുണ്ട്. നന്ദു അവിടെ നിന്ന് ഇറങ്ങി പോവാണ് ചെയ്യണത്. പിന്നീട് എന്താ സംഭവിച്ചെന്ന് പറയണ്ടല്ലോ. നമ്മുടെ കനകേനെയും അതുപോലെ തന്നെ ഗോവിന്ദനെയും എല്ലാവരെയും കുറ്റപ്പെടുത്താട്ടോ. നിങ്ങളുടെ മോള് വന്നു എൻ്റെ മോളുടെ വിവാഹ ഭാഗ്യം നഷ്ടപ്പെടുത്തി, എൻ്റെ മോളിനിപ്പോൾ എന്ത് ചെയ്യുമെന്ന് ആർക്കറിയാം എന്നൊക്കെ പറയാണ്. അപ്പൊ അവന്തികൾക്ക് ഒരു പ്ലാൻ തോന്നുവാണ്. എന്തായാലും വിവാഹ നിശ്ചയം മുടങ്ങി, ഇനിയിപ്പോൾ നന്ദുവിനെ എല്ലാവരും വെറുക്കണം. അതിനിപ്പോൾ എന്താ ചെയ്യാൻ പറ്റുക? ഒരു ആത്മഹത്യാ ശ്രമം അങ്ങോട്ട് നടത്താം. അത് നടത്തുവാണെന്നുണ്ടെങ്കിൽ എല്ലാവർക്കും എന്നോടുള്ള സമീപനം നല്ല രീതിയിൽ, സ്നേഹം നല്ല രീതിയിൽ കൂടുകയും ചെയ്യും, നന്ദുവിനെ വെറുക്കുകയും ചെയ്യും. പിന്നെ എനിക്ക് അനിയായിട്ടുള്ള സ്നേഹം ആത്മാർത്ഥ സ്നേഹമാണെന്ന് എല്ലാവരും വിശ്വസിക്കുകയും ചെയ്യും. അതിനുവേണ്ടി ഒരു ആത്മഹത്യാ ശ്രമം കൂടെ നടത്തിയാലോ? വേറൊന്നുമല്ല, വിവാഹ നിശ്ചയം മുടങ്ങിയതിൻ്റെ സങ്കടത്തിൽ അവന്തിക ആത്മഹത്യക്ക് ശ്രമിച്ചു എന്നായിരിക്കും മറ്റുള്ളവർ പറയണത്. ഇത് നല്ല അവസരം തന്നെയാണ് എന്ന് അവന്തിക വിചാരിക്കുകയാണ്. ശേഷം അവന്തിക പൊട്ടിക്കരഞ്ഞുകൊണ്ട് റൂമിലേക്ക് കയറിപ്പോവാണ്. അയ്യോ എൻ്റെ മോള് പോണേ, എൻ്റെ മോള് ആത്മഹത്യക്ക് ചെയ്യാൻ പോണേനെ എന്ന് പറഞ്ഞ് ജലജ അപ്പം തന്നെ തുടങ്ങി കേട്ടോ. അവന്തികയാണെങ്കിൽ കയ്യിൽ എന്തൊക്കെയോ മരുന്നൊക്കെ എടുത്ത് വായിലേക്ക് ഇടാൻ പോണ സമയത്ത് മുത്തശ്ശൻ വരുന്നു. മോളെ നീ എന്തേ ചെയ്യാൻ പോണത്? എനിക്ക് മതി മുത്തശ്ശ, എനിക്കിനി ജീവിക്കേണ്ട. ആദ്യം എൻ്റെ വിവാഹ നിശ്ചയം ആ നവീൻ വക്കീലായിട്ട് നടത്താൻ പോയി, അയാൾ എന്നെ നാണം കെടുത്തി ഇവിടെ നിന്ന് ഇറങ്ങിപ്പോയി. പിന്നീട് ചെറുപ്പം തൊട്ട് ഞാൻ കണ്ടു വളരണല്ല അനിയേട്ടന, ഈ വീട്ടിൽ തന്നെ എനിക്ക് നിൽക്കാലോ എന്നൊക്കെ കരുതിയിട്ടാണ് അനിയേട്ടനെ വിവാഹം കഴിക്കാൻ ചെയ്തത്. അനിയേട്ടൻ എനിക്ക് ജീവനാണ്. ഇനി ഒരിക്കലും എനിക്ക് അനിയേട്ടനെ കിട്ടില്ല. അനിയേട്ടനെ എന്നെ ഇഷ്ടമൊന്നല്ലോ, ഇതെനിക്ക് മനസ്സിലായി മുത്തശ്ശ. അനിയേട്ടനും ആ നന്ദും കൂടി ചേർന്നിട്ടാ ഈ വിവാഹ നിശ്ചയം മുടക്കിയത്. അവരാണ് അൺനോൺ നമ്പറിൽ നിന്ന് അനാമികക്ക് മെസ്സേജ് അയച്ചത്. എല്ലാവരും കൂടി എന്നെ ചതിക്കാം മുത്തശ്ശ. ഞാൻ ഇനി എന്തിനാ ജീവിച്ചിരിക്കുന്നത്? ഞാൻ ചാവുന്നതാ നല്ലത് എന്ന് പറയുമ്പോൾ മുത്തശ്ശൻ പറയണ്ടേ, മോളെ നീ ഒരിക്കലും അങ്ങനെ തീരുമാനം എടുക്കരുത്. വിവാഹ നിശ്ചയം മുടക്കിയത് എന്ത് കാരണം കൊണ്ടാണ്? അനാമികയുടെ അനിയുടെ വിവാഹ ബന്ധം വേർപെടുത്താത്തോണ്ടല്ലേ? അത് എത്ര കോടി രൂപയാണെങ്കിൽ കുഴപ്പമില്ല, ആ വിവാഹ ബന്ധം വേർപെടുത്തുക തന്നെ വേണം. എന്നിട്ട് മോളുടെ വിവാഹ നിശ്ചയം ഞാൻ നടത്തും എന്ന് മുത്തശ്ശൻ വാക്ക് കൊടുക്കുകയാണ് അവന്തികക്ക്. അപ്പൊ അങ്ങനത്തെ കുറെ ഭാഗങ്ങളാണ് നമ്മൾ ഇനി കാണാൻ വേണ്ടി പോകുന്നത് കേട്ടോ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമന്റ് ചെയ്യുക. മറ്റൊരു വീഡിയോ കാണാം. ടേക്ക് കെയർ, ബൈ ബൈ.